ജി സുധാകരൻ പങ്കെടുത്തില്ല എന്നുള്ള ചെറിയ കാര്യത്തിൽ വിമർശിക്കുന്ന മാധ്യമങ്ങളുടെ ആ ഒരു വികാരം, അതായത് ഇടതുപക്ഷ വിരോധം ഒന്ന് മനസ്സിലാക്കി തന്നെ പോകണം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പെരുമ്പഴം പാണാവള്ളി പാലത്തേലാണ്. അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന പെരുമ്പഴം പാണാവള്ളി പാലം ഏകദേശം 100 കോടി രൂപയോളം മുടക്കി ഇന്ന് മാർച്ച് 7-ാം തീയതി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ച പാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ആ പാലം. അപ്പോൾ പാലത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പാലം ചെന്ന് തീരുന്നത് ഒരു ദ്വീപിലേക്കാണ്. കാരണം കേരളത്തിലെ തന്നെ എണ്ണപ്പെട്ട കുറേ ദ്വീപുകളുണ്ട്. അതിൻ്റെ അകത്തൊരു ദ്വീപാണ്. ആലപ്പുഴയെയും അതേപോലെ തന്നെ അരിക്കുറ്റിയെയും എറണാകുളത്തെയും ഒക്കെ തന്നെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ്. ഇവിടെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജങ്കാറും ബോട്ട് സർവീസും ഒക്കെ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിന്, അതായത് ഏറ്റവും കൂടുതൽ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയാം, അതാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാർച്ച് 7-ാം തീയതി ഈ നാടിന് സമർപ്പിച്ചിട്ടുള്ളത്. കാരണം ഈ പാലത്തിന് ചുറ്റോട് ചുറ്റുമുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഈ കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. ഏകദേശം ഈ പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് 1100 മീറ്റർ ആണ്. അതിലൂടെ ഈ വില്ലുവണ്ടി കമാനമാണ് ഈ പാലത്തിന് കൊടുത്തിരിക്കുന്നത്. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 100 കോടി രൂപയോളം വരും. അപ്പോൾ വേമ്പനാട് കായലിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ് ഈ പെരുമ്പഴം. 12,000-ഓളം ജനങ്ങൾ വരുന്ന ഈ ദ്വീപിനെ നമുക്ക് പുറം ലോകവുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ടാണ് ഈ പാലം ശരിക്കും എന്താ പറയുന്നത്, ഇത് നിർമ്മിച്ചതിലൂടെ ഈ ജനങ്ങൾക്ക് കിട്ടിയ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയാം. കാരണം ഇത് അരൂർ മണ്ഡലത്തിലാണ്. ഇതിൻ്റെ MLA എന്ന് പറയുന്നത് നമ്മുടെ ആരിഫായിരുന്നു. ആരിഫിൻ്റെ കാലത്താണ് ഈ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ തുടങ്ങുകയും ചെയ്തത്. 2019 പണി പൂർത്തി ആരംഭിച്ച പാലം ഇന്നിപ്പോൾ 2026 മാർച്ച് ആകുമ്പോഴത്തേനും ഈ പാലത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് വളരെ മനോഹരമായിട്ട് തന്നെ ഈ പാലം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം ഇത് ഊരാലുങ്കൽ സൊസൈറ്റിയാണ് നമ്മുടെ ഈ പാലം നിർമ്മിച്ചത്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ AC റോഡൊക്കെ നിർമ്മിച്ച അവർ തന്നെയാണ് ഈ ഒരു പാലവും നിർമ്മിച്ചിരിക്കുന്നത്. മാർച്ച് 7-ാം തീയതി നമ്മുടെ സഖാവ് പിണറായി വിജയന് പെരുമ്പളങ്കാർക്ക് ഒരു പാലം സമർപ്പിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കായലിന് കുറുകെയുള്ള പാലം. ആ ദ്വീപ് സമൂഹത്തിലോട്ട് പെരുമ്പളം എന്ന ബോർഡ് വെച്ച് ഒരു KSRTC കൂടി അങ്ങ് ഫ്ലാഗ് ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പം സ്വന്തം നാട്ടിലേക്ക് ഒരു വാഹനം എത്തുന്നു എന്നുള്ളത് അവർക്ക് ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് യാത്രാക്ലേശങ്ങളുടെ കഥ പറയാനുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ട്. നമ്മൾ സംസാരിച്ച് അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ആശുപത്രിയിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആ യാത്രാക്ലേശം കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട്, രണ്ടാമത് പ്രസവം ഒക്കെ തന്നെയും വള്ളത്തെ വെച്ച് നടന്ന കഥകൾ പറയുന്നുണ്ട്. മൂന്നാമത് ഒരു കല്യാണാലോചന അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, അങ്ങോട്ട് വന്നാലും ഇങ്ങോട്ട് വന്നാലും അവർ ആ പെൺകൂട്ടരാണെങ്കിലും ചെറുക്കൻകൂട്ടരാണെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ദേശത്തോട്ട് വരാത്തൊരു സ്ഥിതി. അപ്പോൾ ഇതൊക്കെ അവർക്ക് ഇനിയിപ്പോൾ ഒരു ഓർമ്മയായിട്ട് മാറുമെന്നുള്ളതാണ്. പ്രായമുള്ളവരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴത്തേനും അവർക്ക് അതിൽ പരം ഒരു സന്തോഷമില്ല. കാരണം ജങ്കാറും ബോട്ടും കഴിഞ്ഞ് എങ്ങനെ കരമാർഗം അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ അവർക്ക് ഏറ്റവും വലിയൊരു സന്തോഷത്തിൻ്റെ ദിനങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ പാലത്തിൻ്റെ ഒരു ടൂറിസം പദ്ധതി എന്ന് പറയുമ്പോഴത്തേനും വളരെ വിശാലമായിട്ടുള്ളൊരു ടൂറിസം പദ്ധതി തന്നെ ഇവിടെ ആവിഷ്കരിക്കുകയും ചെയ്യാം. കാരണം ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് സമൂഹമാണ് പെരുമ്പളം. ഇത് അരിക്കുറ്റി പഞ്ചായത്തായിരുന്നു. അവിടുന്ന് അത് പെരുമ്പളം പഞ്ചായത്തായിട്ട് മാറുകയും ചെയ്തു. എറണാകുളം ആലപ്പുഴ ജില്ലകൾക്കിടയിലെ 5 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയുമുള്ള പെരുമ്പളം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ദ്വീപ് പഞ്ചായത്താണ് കേട്ടോ. ഇത്രയും വലിയൊരു പദ്ധതിയെ കൊണ്ടുവരുമ്പോഴത്തേനും വിമർശിക്കാനായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. കാരണം ജി സുധാകരൻ പങ്കെടുത്തില്ല, ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. ഈ പദ്ധതികൾ തന്നെ എടുത്തു നോക്കി, ഇടതുപക്ഷ സർക്കാരായിക്കോട്ടെ വലതുപക്ഷ സർക്കാരായിക്കോട്ടെ, ഈ കേരളത്തിൽ ഇത്രയും സർക്കാർ വന്നതിൻ്റെ അകത്ത് ഇത്രയും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എത്തരത്തിലുള്ള വികസനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. സ്കൂളുകൾ എടുത്ത് നോക്ക്, റോഡുകൾ എടുത്ത് നോക്ക്, പാലങ്ങൾ എടുത്ത് നോക്ക്. ഇനി ഒന്നും വേണ്ട, നമ്മുടെ വയനാട് കൊടുത്ത വീടുകൾ നോക്കുക, ടൗൺഷിപ്പ് നോക്കുക. കൽപ്പടി വികസന പദ്ധതിക്ക് അതെല്ലാം പെടുന്ന ഒരു കാര്യമാണ്. വയനാട് ചൂരൽമലയിൽ ദുരന്തം വിതച്ച ആളുകൾക്ക് ഏകദേശം 400 വീടിന് മുകളിൽ കൊടുക്കുകയും, രണ്ടാമത് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ വയനാട്ടോട്ടുള്ള കോഴിക്കോട് നിന്നൊരു തുരങ്കപാത നിർമ്മിക്കുന്നു. ഏകദേശം 22 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് വയനാടൊക്കെ പോകുന്ന ആളുകൾക്ക് മനസ്സിലാകും. ഏകദേശം 22 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കോഴിക്കോട് നിന്ന് വയനാട് ചെല്ലാൻ സാധിക്കും എന്നുള്ളതാണ്. ചുരം കയറാതെ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ചെല്ലാൻ സാധിക്കും.
ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത സർക്കാരിനെ പോലും ഈ സുധാകരൻ പങ്കെടുത്തില്ല എന്നുള്ള ചെറിയ കാര്യത്തിന് വിമർശിക്കുന്ന മാധ്യമങ്ങളുടെ ആ ഒരു വികാരം, അതായത് ഇടതുപക്ഷ വിരോധം ഒന്ന് മനസ്സിലാക്കി തന്നെ പോകണം. ഈ പാലത്തിൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഈ പാലത്തിൻ്റെ എന്താ പറയുക നിർമ്മാണവും അതേപോലെ തന്നെ ഈ പാലത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ വിമർശിക്കുന്ന ആളുകൾക്കൊന്നും ഒന്നും പറയാനായിട്ടില്ലാത്തത് കൊണ്ട് ഒരു കാര്യങ്ങളും കേരളത്തെ വെച്ച് നോക്കുമ്പോഴത്തേനും ഇപ്പോൾ ഒരു കാര്യങ്ങളും പറയാനില്ല. അതിനെന്താണ്, കുറേയേറെ വിമർശനങ്ങൾ കൊണ്ടുവരിക, കുറേയേറെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുക, അല്ലാതെ ഒരു കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. മൂന്നാമതും ഇതേ സർക്കാർ തന്നെ വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ചുറ്റോട് ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ വികസനങ്ങൾ തന്നെ, ഇൻഫ്രാസ്ട്രക്ചർ തന്നെ എടുത്തു കഴിഞ്ഞാൽ കേരളം എത്തരത്തിൽ മാറി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. കാരണം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാകും, കേരളത്തിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാകും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.